ഹലോ എവരിവൺ, എല്ലാവർക്കും എക്സ് ആൻഡ് വൈ യൂണിവേഴ്സൽ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 2025 സെഷൻ 1 JEE മെയിൻസിൽ കെമിസ്ട്രിയിൽ സം ബേസിക് കോൺസെപ്റ്റിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ല, അതിൽ എല്ലാ ടൈമിലുമായിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സം ബേസിക് കോൺസെപ്റ്റിലെ, അതായത് മോൾ കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ ജനുവരി 22 ഷിഫ്റ്റ് 2 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Density of 3 molar NaCl solution is 1.25 gram per milliliter. The molality of the solution is എന്നാണ് ചോദിച്ചത്. അതായത് മൊളാരിറ്റി തന്നിട്ടുണ്ട്, NaCl ആണ് സൊല്യൂഷന്, അതിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. നമുക്കിതിനെ രണ്ട് രീതിയിൽ ഇതിനെ ആൻസർ ചെയ്യാം. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ, നമ്മൾ കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ച ഇക്വേഷൻസ് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള മൊളാലിറ്റിയും ഡെൻസിറ്റിയും കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷനെ നമുക്കത് ഇങ്ങനെ എഴുതാം: മൊളാലിറ്റി ഈക്വൽ ടു 1000 ടൈംസ് മൊളാരിറ്റി ഡിവൈഡഡ് ബൈ 1000 ടൈംസ് ഡെൻസിറ്റി മൈനസ് മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് 1000 ഇൻറ്റു മൊളാരിറ്റിൻ്റെ വാല്യൂ 3 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഡെൻസിറ്റിൻ്റെ വാല്യൂ എത്ര ഇടാം? 1.25. 1000 ഇൻറ്റു 1.25 മൈനസ് മൊളാരിറ്റി 3 തന്നെയാണ്. MB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaCl അല്ലേ, അപ്പോൾ NaCl എന്ന് പറഞ്ഞാൽ 58.5. അപ്പോൾ ഇത് 3000 ഡിവൈഡഡ് ബൈ 1250 മൈനസ് ഇത് എത്രയാണ്? 50 ആകുമ്പോൾ 150, 8 24, അപ്പോൾ 175.5. അപ്പോൾ 3000 ഡിവൈഡഡ് ബൈ 1074.5 വരും. 3000 ഡിവൈഡഡ് ബൈ 1000 തന്നെ 3 ആണ്. അപ്പോൾ ഇത് 3-നേക്കാളും കുറച്ച് കുറവായിരിക്കും. അങ്ങനത്തെ ഒറ്റ ആൻസർ ഇവിടെയുള്ളൂ. ഇറ്റ്സ് ഈക്വൽ ടു 2.79. ഓക്കെ, ദെൻ ഇതാണ് ഒരു മെത്തേഡ്. ഇനി ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ ഓർമ്മയില്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യും? എല്ലായ്പ്പോഴും ഇക്വേഷൻ ഓർമ്മ ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെ മൊളാരിറ്റി 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡെൻസിറ്റി 1.25 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് ദ സൊല്യൂഷൻ ഈസ് NaCl. ഓക്കെ, ദെൻ ഇത്രയും ഡാറ്റാസ് ആണ് ഉള്ളത്. ഇവിടെ നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കണം. ദെൻ മൊളാരിറ്റി 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 3 മോൾ NaCl ഇൻ 1000 ml സൊല്യൂഷൻ എന്നാണ് അർത്ഥം. എസ് ആണോ? ആൻഡ് നമുക്കറിയാം മൊളാരിറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ഗിവൺ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സോൾവെൻറ്റിൻ്റെ മാസ് കണ്ടുപിടിക്കലാണ് ഇവിടെ ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 3 മോൾ NaCl ആണ്. അപ്പോൾ ഇത് കിട്ടി. ഇനി മാസ് ഓഫ് സോൾവെൻറ്റ്, സൊല്യൂഷൻ്റെ മാസ് നിന്ന് സൊല്യൂട്ടിൻ്റെ മാസ് അങ്ങ് കുറച്ചാൽ മതി. എത്രയാണ് മാസ് ഓഫ് സൊല്യൂട്ട്? 3 മോൾ NaCl എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 58.5. ആൻഡ് മാസ് ഓഫ് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ 1.25 ആൻഡ് വോളിയം ഓഫ് സൊല്യൂഷൻ 1000 ml. അതായത് ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു ഡെൻസിറ്റി 1.25 ഇൻറ്റു വോളിയം എത്രയാടാ? 1000. ദെൻ മാസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ 3 മോൾ സൊല്യൂട്ടാണുള്ളത്. അങ്ങനെ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് 58.5 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് സോൾവെൻറ്റ് അഥവാ WA ഈക്വൽ ടു 1.25 ഇൻറ്റു 1000 മൈനസ് 3 ഇൻറ്റു 58.5. ഓക്കെ, അത് നേരെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 3 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് 1.25 ഇൻറ്റു 1000 മൈനസ് 3 ഇൻറ്റു 58.5. പക്ഷേ ഇത് ഗ്രാമിലായിരിക്കും. നമുക്ക് ഇതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ ഇൻറ്റു 10⁻³ ഈ 10⁻³ നേരെ മേലേക്ക് പോകുമ്പോൾ 10⁻³ വരും, അഥവാ 1000 വരും. ഇതന്നെയല്ലേ നമ്മുടെ ഇക്വേഷൻ? നോക്ക്, കണ്ടോ? 3 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഇൻറ്റു വോളിയം 1000 ടൈംസ് ഡെൻസിറ്റി മൈനസ് മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആൻഡ് ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 2.79. ഇങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് മാത്രമല്ല, ഈ ക്വസ്റ്റ്യന് NCERT ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്. ഒരു NCERTയിൽ ഇതേ ക്വസ്റ്റ്യന് സം ബേസിക് കോൺസെപ്റ്റ് ലാസ്റ്റിൽ നമ്മളുടെ എക്സാമ്പിളർ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ജനുവരി 22 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. 20 ml of 2 molar NaOH solution is added to 400 ml of
0.5 molar NaOH solution. The final concentration of the solution will be എന്നാണ്. അതായത് മൊളാരിറ്റി ഓഫ് മിക്സിംഗ് ആണ്, മൊളാരിറ്റി ഓൺ മിക്സിംഗ്. രണ്ട് സൊല്യൂഷൻസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മൊളാരിറ്റിക്ക്. അഗൈൻ ഡയറക്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ M = M1V1 + M2V2 / V1 + V2 ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ല. ആൻഡ് ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ 2 മോളാർ 20 ml NaOH ഉണ്ട്, അതേപോലെ തന്നെ 0.5 മോളാർ 400 ml NaOH ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് N1 ഇവിടെയുള്ള നമ്പർ ഓഫ് മോൾസ് N2 ആണെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് N1 + N2 ആയിരിക്കും. കാരണം നമ്പർ ഓഫ് മോൾസ് NaOH ഇവിടെയും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇവിടെയും, അത് രണ്ടും കൂടി കൂട്ടുന്നതാണ് നമ്മളുടെ മിക്സറിന്റെ നമ്പർ ഓഫ് മോൾസ്. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ നമുക്കൊരു കാര്യം മനസ്സിലാവും, മൊളാരിറ്റി = നമ്പർ ഓഫ് മോൾസ് / വോളിയാണ്. അതായത് നമ്പർ ഓഫ് മോൾസ് = മൊളാരിറ്റി × വോളിയം. അപ്പോൾ മൊളാരിറ്റി ഓഫ് മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊളാരിറ്റി ഓഫ് മിക്സർ ഈക്വൽ ടു നമുക്കറിയാം ഇവിടെ N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് M1V1 എടുക്കാം, N2 എത്ര എടുക്കണം M2V2 എടുക്കാം ഡിവൈഡഡ് ബൈ V, ആൻഡ് V ഹിയർ ഇസ് ഈക്വൽ ടു V1 + V2. രണ്ട് മിക്സറും കൂടെ രണ്ട് കോമ്പണൻറ്റും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന മിക്സറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോളിയം പ്ലസ് ഇവിടുത്തെ വോളിയമാണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നോക്കണം, M1 എത്ര 2, V1 എത്ര 20 ml, അപ്പോൾ 2 × 20 പ്ലസ് M2 എത്രയാടാ 0.5 ആൻഡ് V2 എത്രയാടാ 400 ഡിവൈഡഡ് ബൈ ഇതെത്രയാ 400 + 20 അല്ലേ, 20 + 400 ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു M = 40 + 200 ഡിവൈഡഡ് ബൈ 420. ഓക്കെ, ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു 240 ഡിവൈഡഡ് ബൈ 420 ആൻഡ് 12 ഡിവൈഡഡ് ബൈ 21 വരും. 12 ഡിവൈഡഡ് ബൈ 21. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 21 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നോക്കിയാൽ മതി. 12 ഡിവൈഡഡ് ബൈ 21 പോലല്ലോ. അപ്പം ഇവിടെ 5 പോകും. 5 × 21 105, ബാക്കി 15. 15 എണ്ണത്തിൽ 7 പോവും. 7 ആകുമ്പോൾ 7 × 21 അപ്പം 145, അപ്പം 7 ഓക്കെ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 5.71 അല്ല 0.57. ഓക്കെ, 0.57 ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് ഇതിനെ നമുക്ക് 57 × 10⁻² എന്ന് എഴുതാം. 57 × 10⁻². സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 57. ആൻസർ ഈസ് ഈക്വൽ ടു 57. നിയറസ്റ്റ് ഇൻറ്റീജർ ആണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 57. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. സിമ്പിളാണ് അല്ലേ, ഈ ക്വസ്റ്റിനൊക്കെ വളരെ സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. ജനുവരി 23 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. 2.8 × 10⁻³ മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് is left after removing 10⁻21 molecule from its x milligram of sample. The mass of carbon dioxide taken initially is എന്നാണ് ചോദ്യം. അതായത് നമ്മുടെ കയ്യിൽ എന്തുണ്ടാ ഒരു എക്സ് മില്ലിഗ്രാം എന്തുണ്ട്, എക്സ് മില്ലിഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് ഒരു 10⁻21 കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ റിമൂവ് ചെയ്യാണ്. ആൻഡ് അങ്ങനെ റിമൂവ് ചെയ്തപ്പോൾ ഇവിടുത്തെ റിമൈനിങ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.8 × 10⁻³ മോളാണ്. ഓക്കെ, ദെൻ ഇത് മോളിലാണ്, ഇത് മോളിക്യൂൾസ് ആണ്. ആ രണ്ട് വ്യത്യാസമുണ്ട്. ഓക്കെ, ഒന്ന് മോളും ഒന്ന് മോളിക്യൂൾസ് ആണ്. അത്രയും മോളിക്യൂൾസ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഒന്നെങ്കിൽ രണ്ടിനെയും നമ്മൾ മോളിക്യൂൾസിൽ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടിനും മോളിൽ കൺസിഡർ ചെയ്യുക. ദെൻ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് ഇനീഷ്യലി ഉണ്ടാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അതിനെ നേരെ മാസിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഇവിടെ ഇത് നമ്പർ ഓഫ് മോൾസ് ആയതുകൊണ്ട് നമുക്കറിയാം 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 44 ഗ്രാമാണ്. അതിൻ്റെ മോളാർ മാസ് 44 ഗ്രാം. അപ്പോൾ ഈ 10⁻21 മോളിക്യൂൾസിനെ ഞാൻ നേരെ മോളിലേക്ക് മാറ്റാൻ പോവാണ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ എന്താണ് അവഗാഡ്രോ നമ്പർ, ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. ദെൻ ഇതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 10⁻21 എടാ ഇവിടെ നോക്ക്, ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ 10 ×
10 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു ഇവിടെ 10⁻22 വരും അല്ലേ, അപ്പോഴല്ലേ സോറി 10⁻20 വരും, കാരണം ഒരു 10 നമ്മൾ പുറത്തേക്ക് എടുത്താൽ 10⁻20 ഡിവൈഡഡ് ബൈ 10⁻23 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു 10⁻3 ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു 1. എത്ര വരും ഇവിടെ 1.6 ആകുമ്പോൾ 6 1.6 സംതിങ് വരും. എസ് ആണോ 1.6 സംതിങ് വരും. അപ്പോൾ ഇത് 1.6 സംതിങ് ഇൻറ്റു 10⁻³ മോൾ ആണ് നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്തത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ്ഡ് പ്ലസ് നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിമൈനിങ്. Okay, then number of moles of carbon dioxide 1.6 into 10⁻³ മോൾ ആണ് നമ്മൾ റിമൂവ് ചെയ്തത്. ആൻഡ് അവിടെ റിമൈനിങ് എന്ന് പറഞ്ഞാൽ 2.8 into 10⁻³ മോൾ ആണ്. ആൻഡ് this will be equal to 4.4 into 10⁻³ മോൾ. 4.4 into 10⁻³ മോൾ. എടാ ഈ 4.4 into 10⁻³ മോളിനെ നമ്മൾ നേരെ മാസിലോട്ട് മാറ്റിയാൽ മതി. അതായത് മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കടാ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് എന്ത്, നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഗിവൺ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എത്രയാടാ 4.4 into 10⁻³ ഇൻറ്റു മോളാർ മാസ് എത്ര വരിക 44. അപ്പോൾ 4 into 44 ഏകദേശം 50ൻ്റെ അടുത്ത്, അപ്പോൾ ഒരു 200ൻ്റെ അടുത്തുള്ള ആൻസർ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ 10⁻³ കൂടെ ബാക്കിയുണ്ടാവും. 200ൻ്റെ അടുത്തുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 196.2 ഇൻറ്റു 10⁻³ ഗ്രാം ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു 196.2 milligram is the right answer. Okay, then option 3 is the right answer. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ കാൽക്കുലേഷൻ ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യാന്നുള്ളതിലുപരി നമുക്ക് വേറെ ടാസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല, സമാധാനമായിട്ട് ചെയ്യാവുന്ന വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലൂടെ അടക്കാം. ജനുവരി 23 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ ആണ്. 0.1 മോൾ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് എക്സ് കണ്ടെയ്നിങ് 10% ഹൈഡ്രജൻ. അതായത് നമ്മുടെ കയ്യിൽ 0.01 മോൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്ന എക്സ് ഉണ്ട്, ആൻഡ് അതിൽ 10% മാത്രം ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, ദെൻ ഓൺ കംപ്ലീറ്റ് കമ്പസൺ ഈ പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ കംപ്ലീറ്റ്ലി കമ്പസ് ചെയ്തപ്പോൾ നമുക്ക് 0.9 ഗ്രാം എന്ത് കിട്ടി, H2O കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ മോളാർ മാസ് എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, മോളാർ മാസ് എന്ന് പറഞ്ഞാൽ ഒരു മോളുടെ മാസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി. പല രീതിയിൽ ഇത് ചെയ്യാം. ഒന്നെങ്കിൽ നോക്ക്, ഇത് 0.01 മോൾ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ, അങ്ങനെയാണെങ്കിൽ ഒരു മോൾ കോമ്പൗണ്ടിൽ എത്ര H2O ഉണ്ടാവും, ഇത്രേ ഉള്ളൂ. 0.01 മോള് എക്സ് കണ്ടെയ്ൻ 0.9 ഗ്രാം H2O, വിച്ച് മീൻസ് ഇതിനെ ഞാൻ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വിച്ച് വിൽ ബി ഈക്വൽ ടു 1 മോൾ എക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വിച്ച് വിൽ ബി ഈക്വൽ ടു 19 ഗ്രാം H2O, വിച്ച് വിൽ ബി ഈക്വൽ ടു 19 ഗ്രാം H2O. അപ്പോൾ ഇതാണ് മാസ് ഓഫ് H2O എന്ന് പറഞ്ഞാൽ. അതായത് ഒരു മോള് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ 90 ഗ്രാം H2O ഉണ്ട്. ആൻഡ് 90 ഗ്രാം H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 90 ഗ്രാം എന്ന് പറഞ്ഞാൽ 90 ഡിവൈഡഡ് ബൈ 18 വിച്ച് വിൽ ബി ഈക്വൽ ടു 5 മോൾ, വിച്ച് ഈസ് ഈക്വൽ ടു 5 mole H2O. And this 5 mole H2O is equal to 10 mole hydrogen atom. 10 mole hydrogen atom. Yes or no? അങ്ങനെയാണെങ്കിൽ this x mole അല്ലെങ്കിൽ 1 mole X contains 10 mole hydrogen atom. 10 mole hydrogen atom. ഒരു മോള് എക്സിൽ എത്രയുണ്ട്, 10 മോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. കാരണം ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്നാണ് ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ 5 മോൾ H2O ഉണ്ട് എന്ന് പറഞ്ഞാൽ 10 മോൾ ഹൈഡ്രജൻ ആറ്റം, ഈ 10 മോൾ ഹൈഡ്രജൻ ആറ്റം നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അങ്ങനെയാണെങ്കിൽ 10 മോൾ ഹൈഡ്രജൻ ആറ്റം, 10 മോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10 ഗ്രാം ഹൈഡ്രജൻ ആറ്റം. എസ് ആണോ? കാരണം എന്തുകൊണ്ടാണ് 10 ഗ്രാം എന്ന് പറയാൻ കാരണം ഈ പറയുന്ന ഒരു മോൾ ഹൈഡ്രജൻ ആറ്റം ഈസ് അപ്രോക്സിമേറ്റ്ലി 1 ഗ്രാം ആണ് അല്ലേ. അപ്പോൾ 10 മോൾ എന്ന് പറഞ്ഞാൽ 1 × 10 ഗ്രാം ഹൈഡ്രജൻ ആറ്റം. ദെൻ ഈ പറയുന്ന 10% ആണ് ഇവിടെ ഹൈഡ്രജൻ ഉള്ളത്. ആൻഡ് മാസ് പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു എത്രയാടാ 100 ആണ്. ആൻഡ് മാസ് പെർസെൻറ്റേജ് 10 ആണ്. ദെൻ മാസ്
ഓഫ് ഹൈഡ്രജൻ 10 ആണ്, ഡിവൈഡഡ് ബൈ മോളാർ മാസിനെ ഞാൻ എന്ന് വിളിച്ചു, ഇൻറ്റു എത്ര വന്നടാ 100 വന്നു. ആൻഡ് ദിസ് ഈസ് മോളാർ മാസ് ഈക്വൽ ടു എത്ര കിട്ടും 100 എന്ന് കിട്ടും. ആൻഡ് ദ ആൻസർ ഈസ് അപ്രോക്സിമേറ്റ്ലി 100 gram per mole. ഓക്കെ, ദെൻ ഭയങ്കര സിമ്പിളാണ് അല്ലേ. നമുക്ക് ഇതൊക്കെ പല മെത്തേഡിൽ ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഇവിടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന പെരിഫറി കൂടെ നമ്മൾ പോണത്. ആൻഡ് വേറെയും ഒരുപാട് മെത്തേഡുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ഈ പറയുന്ന മാസിനെ മോളായിട്ട് കൺവേർട്ട് ചെയ്ത് ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യണ മെത്തേഡുകളൊക്കെ ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഏത് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ കോർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. When 81 gram of aluminum is allowed to react with 128 gram of oxygen gas, the mass of aluminum oxide produced in gram is എന്നാണ് ചോദ്യം. അതായത് നമ്മുടെ കയ്യിൽ 81 ഗ്രാം അലൂമിനിയം ഉണ്ട്, അവനെ ഞാൻ 128 ഗ്രാം ഓക്സിജൻ ഇട്ട് റിയാക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് അഥവാ അലൂമിനിയം ഓക്സൈഡ് Al2O3 എത്ര ഗ്രാം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോയിഷ്യോമെട്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യനെ എവിടേക്ക് മാറ്റണം, നമ്മളുടെ ഒന്നുകിൽ മോളിലോട്ടോ മാസിലോട്ടോ. ഇവിടെ എല്ലാം മാസ് ആണ്, അതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതാൻ പറ്റണം. ഇത് ഭയങ്കര സിമ്പിളാണ് അല്ലേ. അലൂമിനിയം പ്ലസ് ഓക്സിജൻ എന്താണ് കിട്ടുക, അലൂമിനിയം പ്ലസ് ഓക്സിജൻ എന്താ പ്രൊഡക്റ്റ്, ഇറ്റ് ഈസ് Al2O3. ആൻഡ് ഇവിടെ 4 അലൂമിനിയം ഉണ്ടെങ്കിൽ ഇവിടെ 2 Al2O3. ആൻഡ് ഓഫ് കോഴ്സ് 2 Al2O3 എന്ന് പറഞ്ഞാൽ 2 3 6, ഇറ്റ്സ് 3 O2. അതായത് 4 മോൾ അലൂമിനിയം റിയാക്ട് വിത്ത് 3 mole oxygen to form 2 mole Al2O3. And here the given masses are, ഇത് 81 ഗ്രാം അലൂമിനിയാണ്, ഇത് 128 ഗ്രാം ഓക്സിജൻ ആണ്. ആൻഡ് ഇതിനെ നമുക്ക് നേരെ നമ്പർ ഓഫ് മോൾസിക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എടുത്ത് എന്ത് ചെയ്യാം. ഓക്കെ, ദെൻ ഞാൻ നമ്പർ ഓഫ് മോൾസിക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ദെൻ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് 81 ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഓഫ് അലൂമിനിയം 27 ആണ്. അതായത് ദിസ് വിൽ ബി ഈക്വൽ ടു 3. ഇത് 3 മോളാണ്. ആൻഡ് 128 എന്ന് പറഞ്ഞാൽ 128 ഡിവൈഡഡ് ബൈ 32, ഇത് എത്രയാടാ 4 മോളാണ്. അതായത് ഗിവൺ മാസ് 3 മോൾ അലൂമിനിയം 4 മോൾ O2 ആണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3 മോൾ അലൂമിനിയത്തിന് 4 മോൾ അലൂമിനിയത്തിന് റിയാക്ട് ചെയ്യാൻ ആക്ച്വലി 3 മോൾ ഓക്സിജൻ മതി. അതായത് 4നേക്കാളും ചെറുതാണ് 3. അങ്ങനെയാണെങ്കിൽ 3 മോൾ അലൂമിനിയത്തിന് റിയാക്ട് ചെയ്യാൻ ആക്ച്വലി 3 മോളിനേക്കാളും കുറവ് എന്ത് മതി, ഓക്സിജൻ മതി. പക്ഷെ ഇവിടെ നമ്മുടെ കയ്യിൽ 4 മോൾ ഓക്സിജൻ ഉണ്ട്, വിച്ച് മീൻസ് ഇവൻ എക്സസും ഇവൻ എന്തുവാണ്, ലിമിറ്റിംഗ് റിയേജൻറ്റും ആണ്. ലിമിറ്റിംഗ് റിയേജൻറ്റ് ഇപ്പം ഞാൻ കണ്ടുപിടിച്ചത് ഇങ്ങനെ കണ്ടുപിടിച്ചത് 4 മോൾ അലൂമിനിയത്തിന് റിയാക്ട് ചെയ്യാൻ 3 മോൾ എന്ത് വേണം, 4 മോൾ അലൂമിനിയത്തിന് റിയാക്ട് ചെയ്യാൻ 3 മോൾ എന്ത് വേണം, O2 വേണം. വിച്ച് മീൻസ് 1 മോൾ അലൂമിനിയത്തിന് റിയാക്ട് ചെയ്യാൻ 3/4 മോൾ എന്ത് വേണം, O2 വേണം. അങ്ങനെയാണെങ്കിൽ 3 മോളിന് റിയാക്ട് ചെയ്യാൻ 3 × 3 അതായത് 9/4. 9/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2. ദെൻ ഒരു 2.25 മോൾ എന്ത് മതി, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മതി, ഓക്സിജൻ മതി. പക്ഷേ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, 4 മോൾ ഉണ്ട്, വിച്ച് ഇസ് എക്സസ് ആൻഡ് ഇവൻ ലിമിറ്റിംഗ് റിയേജൻ. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ നമുക്ക് കിട്ടി. ഇനി ലിമിറ്റിംഗ് റിയേജനെ കണ്ടുപിടിക്കാൻ വേറെ ഐഡിയകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ റേഷ്യോ നോക്കിയാൽ മതി. ഇവിടുത്തെ റേഷ്യോ എത്രയാണ്, 4:3 അല്ലേ. 4 മോളിന് 3 മോൾ വേണം. ആൻഡ് ഇവിടെ നിങ്ങൾ മേലെ എന്ത് ചെയ്താൽ ഗിവൺ നമ്പർ ഓഫ് മോൾസ് ചെയ്താൽ ഇത് 3, ഇത് 4. ഇതിൽ ഏതാ ചെറിയ വാല്യൂ, 4/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ആൻഡ് 3/4 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് 0.75, വിച്ച് ഈസ് ലെസ് ദാൻ 1. ഇതിൽ ചെറിയ വാല്യൂ ആയിരിക്കും ലിമിറ്റിംഗ് റിയേജൻറ്റ് ആൻഡ് വലിയ വാല്യൂ ഇസ് എക്സസ് റിയേജൻറ്റ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ ദർ ഇസ് നോട്ട് ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓർ എക്സസ് റിയേജൻറ്റ്. ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കിട്ടി. ആൻഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എത്ര ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കുക. അതായത് നമുക്കറിയാം അക്കോർഡിംഗ് ടു ദിസ് സ്റ്റോയിഷ്യോമെട്രി 4 മോൾ അലൂമിനിയം will give 2 mol Al2O3, 2 mol Al2O3. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്കിത് ഇങ്ങനെ പറയാം, 1 മോൾ അലൂമിനിയം വിൽ ഗിവ് 1 മോൾ അലൂമിനിയം വിൽ ഗിവ് 2/4 അഥവാ 1/2 മോൾ Al2O3. yes or no? ആൻഡ് വി ഹാവ് 3 മോൾ അലൂമിനിയം. സോ 3 മോൾ അലൂമിനിയം വിൽ ഗിവ് 3/2 മോൾ Al2O3. ആൻഡ് വാട്ട് ഈസ് ദ മാസ് ഓഫ് Al2O3? Al2O3 എന്ന് പറഞ്ഞാൽ 2 അലൂമിനിയം വിച്ച് ഈസ് 27 ഗ്രാം, വിച്ച് ഈസ്
27 പ്ലസ് 27 അപ്പോൾ എത്രടാ 54 വന്നു. 54 പ്ലസ് 3 ഓക്സിജൻ 48. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 12 102 ഗ്രാം. സോ നമ്മൾ ഇതിനെ മാസി കൺവേർട്ട് ചെയ്താൽ 3/2 ഇൻറ്റു 102 ഓക്കെ വിച്ച് ഈസ് 51. അപ്പോൾ 153 ഗ്രാം ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ 153 ഗ്രാം ഈസ് ദ റൈറ്റ് ആൻസർ. പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മെത്തേഡുകൾ ഉണ്ട് കേട്ടോ, ഇഷ്ടം കണക്കിന് മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവൻ ലിമിറ്റിംഗ് റിയേജൻ്റ് ആണെങ്കിൽ ഇവൻ കംപ്ലീറ്റ്ലി തീരും. ദെൻ ഇവൻ കംപ്ലീറ്റ്ലി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഇത് 81 ഗ്രാം ഡയറക്റ്റ്ലി മാസിൻ്റെ റേഷ്യോ എടുത്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. ആൻഡ് നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 6 ജനുവരി 24 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഗ്രാം ബെൻസോയിക് ആസിഡ് ഓൺ റിയാക്ഷൻ വിത്ത് അക്വസ് NaOH CO3 റിലീസ്ഡ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ഒക്യുപ്പൈഡ് 11.2 ലിറ്റർ വോളിയം അറ്റ് XTP ആൻഡ് എക്സ് ഈസ് ഡാഷ് ഗ്രാം എന്നാണ്. ദെൻ നമുക്ക് ആദ്യം ഈ കെമിക്കൽ റിയാക്ഷൻ അറിയാമെന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇതൊരു ഓർഗാനിക് ബേസ് ചെയ്തിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണ്. നമ്മുടെ കയ്യിൽ ബെൻസോയിക് ആസിഡ് ഉണ്ട്. ആരാ ബെൻസോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതല്ലേ ബെൻസോയിക് ആസിഡ്. ആൻഡ് ദിസ് ബെൻസോയിക് ആസിഡ് റിയാക്ട് വിത്ത് NaHCO3 ആൻഡ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക. ഇവിടെ ആരുണ്ടാവും ഇവിടെ COOH+ മാറി പകരം അവിടെ ആര് വരും Na+ വരും. ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് ഹിയർ സോഡിയം ബെൻസോയേറ്റ് പ്ലസ്. അപ്പോൾ ഇവൻ പോയി പകരം ഇനി ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് ആൻഡ് ഒരു ഓക്സിജൻ H2O, ബാക്കി ആരാണ് ഉണ്ടാവുക ഒരു കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് സെപ്പറേറ്റ് ബാലൻസ്ഡ്. ഓക്കെ ദെൻ ഈ റിയാക്ഷൻ ബാലൻസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആകെയുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് വേണ്ടത് ബെൻസോയിക് ആസിഡ് ആണ്. സപ്പോസ് ദിസ് ഈസ് 1 mole ബെൻസോയിക് ആസിഡ് വിൽ ഗിവ് 1 mole കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ദിസ് ഈസ് 11.2 ലിറ്റർ അറ്റ് STP. 11.2 ലിറ്റർ ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ ആൻഡ് ദിസ് ഈസ് ഹാഫ് മോൾ. അതായത് ഹാഫ് മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ആൻഡ് ദിസ് ഈസ് ഹാഫ് മോൾ. അങ്ങനെയാണെങ്കിൽ ഇതും എത്ര മോളാടാ ഹാഫ് മോൾ. അതായത് 1 മോൾ ബെൻസോയിക് ആസിഡ് ആണ് നമുക്ക് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് തരിക. അപ്പോൾ ഇവിടെ ഹാഫ് മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു ഹാഫ് മോൾ. ഓക്കെ ദെൻ അപ്പോൾ ഇത് ഹാഫ് മോൾ ആണെങ്കിൽ നമുക്ക് മോളാർ മാസ് ഓഫ് ബെൻസോയിക് ആസിഡ് കണ്ടുപിടിക്കണം. ആൻഡ് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ C6H6 അല്ലേ, C6H6 ബാക്കി ആരുടെ ഉള്ളത് ഒരു കാർബൺ ഡൈ ഓക്സൈഡും കൂടി ഉണ്ട് പ്ലസ് എന്താണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് അല്ലേ ഞാനിങ്ങനെ അങ്ങ് മുറിച്ചതാണ്, വേറെ ഒന്നുമില്ല. ഇത് ഇവിടെ ബെൻസീൻ്റെ സ്ട്രക്ചർ. അപ്പോൾ C6H6 എന്ന് പറഞ്ഞാൽ 78 പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് 44. ഓക്കെ ദെൻ അപ്പോൾ 8 12 ദെൻ 8 12 122 ഗ്രാം. സോ അപ്പോൾ ഹാഫ് മോൾ C6H5COOH is equal to half into 122 gram and which will be equal to 61 gram and the answer is equal to 61. Okay then this is also pretty simple. Then നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് എടുക്കാം. യെസ് ക്വസ്റ്റ്യൻ നമ്പർ 7 ജനുവരി 24 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൺസിഡറിങ് ദ ഫോളോയിങ് റിയാക്ഷൻ ഒക്കറിങ് ഇൻ ദ ബ്ലാസ്റ്റ് ഫേർണസ്. ഓക്കെ ദെൻ അപ്പോൾ ബ്ലാസ്റ്റ് ഫേർണസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മെറ്റലർജി ആണെന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷെ ഒന്നുമില്ല. ഈ റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ബ്ലാസ്റ്റ് ഫേർണസിൽ നടക്കുന്നത്. ദെൻ X കിലോഗ്രാം ഓഫ് അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ 2.32 into 10 raised to 3 kilogram of Fe3O4 and 2.8 into 10 raised to 2 kilogram of carbon monoxide are brought together in the furnace. അതായത് 2.32 into 10 raised to 3 ഇവനും 2.8 into 10 raised to 2 ഇവനും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് X കിലോഗ്രാം എന്ത് കിട്ടിയടാ അയൺ കിട്ടി. ഓക്കെ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് എന്നാണ് ചോദ്യം. ദ വാല്യൂ ഓഫ് എക്സ് ഈസ് Fe3O4ൻ്റെ മൊളാർ മാസ് ഡയറക്ട്ലി തന്നിട്ടുണ്ട്, കാർബൺ മോണോക്സൈഡ് തന്നിട്ടുണ്ട്, Fe തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് എ ഇക്വേഷൻ ഇൻ ഒക്കറിങ് ഇൻ ദ ബ്ലാസ്റ്റ് ഫേർണസ്. ഏതാ ഇക്വേഷൻ? ദിസ് ഈസ് Fe3O4 പ്ലസ് 4 കാർബൺ മോണോക്സൈഡ് ഗീവ്സ് 3 Fe പ്ലസ് 4 കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ ആൻഡ് ഹിയർ ദ മാസ് this is 1 mole and here it is 4 mole, 3 mole, 4 mole.
ദെൻ ഇനി നമുക്ക് അറിയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡയറക്ട്ലി മാസിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമുക്കറിയാം Fe3O4 എന്ന് പറഞ്ഞാൽ 232 ഗ്രാമാണ്. എല്ലാം മാസിലാണ് വേണ്ടത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് 232 ഗ്രാമാണ്. ദെൻ കാർബൺ മോണോക്സൈഡ് 28 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയുടെ വരിക? 3 4 12, ദെൻ 112 ഗ്രാം. എസ് ആണോ? ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു 112 ഗ്രാം. ഓക്കെ. ദെൻ അന്നേരം ഉണ്ടാകുന്ന അയൺ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 56, അപ്പം 150ഉം 12 18 168 ഗ്രാം. ആൻഡ് ഹിയർ വി നോ ദാറ്റ് ഇവിടെ കിലോഗ്രാമിലാണ് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് 2.32 ഇൻറ്റു 10⁻³ ആ 10⁻³ കിലോഗ്രാമിന് ഞാൻ തൽക്കാലം കോമൺ ആയിട്ട് അവിടെ വെക്കുകയാണ്. നമ്മളെ ഫൈനൽ ആൻസറിൽ കൊണ്ടുപോയാൽ മതി. സപ്പോസ് അത് 2.32 ഗ്രാം ആണെന്ന് വിചാരിച്ചോ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 2.8 ഇൻറ്റു 10⁻². അതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 0.28 ഇൻറ്റു 10⁻³ എന്ന് എഴുതി കൂടെ? യെസ്, സോറി 28 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. എഴുതി കൂടെ? Sorry, 0.28 into 10⁻³. ഓക്കെ, സോറി 0.28 ഇൻറ്റു 10⁻³ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 0.28 ഗ്രാമാണ്. എടാ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഞാനിതാ ഇവിടെ 2.32ക്ക് ആക്ച്വലി 1.12 ഗ്രാം വേണ്ടേ? ഇവിടെ നോക്ക്, ഇവിടെ ഞാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്തു. ഇവിടെ ഞാൻ ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈസി മെത്തേഡിൽ കൂടെ പോകണതാണ് കേട്ടോ. നമുക്കറിയാം ഇത് 2.32 ഗ്രാം വേണമെങ്കിൽ ഇതപ്പോൾ 1.12 ഗ്രാം വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ വെറും 0.28 ഗ്രാമേ ഉള്ളൂ. വിച്ച് equal to which simply represent ഇവന് ഇവിടുത്തെ എന്താണ്? ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. ഇവൻ ഇവിടുത്തെ എന്താണ്? എക്സസ് റിയേജന്റ് ആണ്. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റിനെ കിട്ടി. അത് ലിമിറ്റിംഗ് റിയേജന്റ് നമ്മൾ ഇത്ര കണ്ടുപിടിച്ചോളൂ. നോക്ക്, 232 ഗ്രാമിന് 112 ഗ്രാം വേണമെങ്കിൽ 2.32ന് 1.12 വേണം. പക്ഷെ നമ്മുടെ കയ്യിൽ 2.32 ഗ്രാം Fe3O4 ഉണ്ട്. ബട്ട് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് എന്താ? കാർബൺ മോണോക്സൈഡ്. നമുക്ക് 1.12 ഗ്രാം കാർബൺ മോണോക്സൈഡ് വേണമായിരുന്നു, പക്ഷെ അതില്ല. അപ്പോൾ ലിമിറ്റിംഗ് റിയേജന്റ് കിട്ടിയ സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ എളുപ്പമായി. നോക്കിക്കോ, നോക്കിട്ടോ, 112 ഗ്രാം കാർബൺ മോണോക്സൈഡ് വിൽ ഗിവ് 168 ഗ്രാം അയൺ. ഓക്കെ, ആൻഡ് 1 ഗ്രാം കാർബൺ മോണോക്സൈഡ് വിൽ ഗിവ് 168 ഡിവൈഡഡ് ബൈ 112 ഗ്രാം അയൺ. ആൻഡ് 0.28 വിൽ ബി ഗിവൺ 168 ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 0.28 ഗ്രാം. ആൻഡ് വി നോ ദാറ്റ് ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഒരു 10⁻³ ഇതിനെ നേരെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യൽ മാത്രമാണ് നമ്മളുടെ ഇനിയുള്ള ഏക പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ 168 അല്ലേ? 168 ഡിവൈഡഡ് ബൈ 112 ഇൻറ്റു 0.28 ഇൻറ്റു 10⁻³ കിലോഗ്രാം. ആൻഡ് ദിസ് ഈസ് അവർ ആൻസർ. 168 112 ഇതിന് നമുക്ക് 280 എന്ന് എഴുതാം. ആൻഡ് ദാറ്റ് മച്ച് കിലോഗ്രാം. അപ്പോൾ ഇതിൽ 112 56 കോമൺ ആയിട്ട് 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 140. 3 ഇൻറ്റു 140 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 420 കിലോഗ്രാം ഈസ് ദ റൈറ്റ് ആൻസർ. 420 കിലോഗ്രാം. സോ എക്സ് കിലോഗ്രാം അല്ലേ? ദ ആൻസർ ഈസ് 420. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. സിമ്പിളാണ് അല്ലേ? ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8. അഗെയിൻ ജനുവരി 24 ഷിഫ്റ്റ് 2 ഒരു ക്വസ്റ്റ്യൻ. ദ എലമെന്റൽ കോമ്പോസിഷൻ ഓഫ് എ കോമ്പൗണ്ട് ഈസ് 54.2% കാർബൺ, 9.2% ഹൈഡ്രജൻ ആൻഡ് 36.6% ഓക്സിജൻ. If the molar mass of the compound is 132 gram per mole, the molecular formula of the compound is. Okay, then നമുക്കറിയാം എംപിരിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എംപിരിക്കൽ ഫോർമുല കാണാൻ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് മാസ് പെർസെൻറ്റേജുകൾ തന്നിട്ടുണ്ട്. മാസ് കിട്ടിയാൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല ഇസ് ദ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ്. ഇറ്റ് ഇസ് ദ വേരിയസ് ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ആണ്. അതായത് വിച്ച് സിമ്പിൾ റെപ്രസെൻറ്റ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ നേരെ നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റണം. ഇത് കാർബൺ, ഇത് ഹൈഡ്രജൻ, ഇത് ഓക്സിജൻ. ഇവൻ 54.2.
ഇവൻ 9.2, ഇവൻ 36.6. ഇത് നമ്മൾ നമ്പർ ഓഫ് മോൾസിക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഓക്സിജൻ്റെ മോളാർ മാസ് 16, ഹൈഡ്രജൻ്റെ 1, കാർബണിൻ്റെത് 12. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ കിട്ടിയത് നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ ആണ്. സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഒന്നല്ല, നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ. ആൻഡ് ഇത് നമ്മൾ ചെയ്യാൻ പോവാണ്. ഇവിടെ ഹൈഡ്രജൻ 9.2 ആൻഡ് ഓക്സിജൻ 36.6. 16 ആകുമ്പോൾ അപ്പോൾ 2 16 ഉണ്ട് അല്ലേ, 2 16 32, ബാക്കി 4.4. 4.4 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര ഉണ്ടാവും ഇവിടെ? 4.4, 16, 32, ഒരു 3 ഒക്കെ ഉണ്ടാവും. അപ്പോൾ 2.3 ഓർ 2.2ൻ്റെ അടുത്തുണ്ടാവും. ആൻഡ് കാർബണിൻ്റെ വാല്യൂ 54, 12. അപ്പോൾ ഒരു 12, 4 12 48, ബാക്കി 6 അപ്പോൾ ഒരു 4.5 ഒക്കെ ഉണ്ടാവും. ഓക്കെ, ദെൻ ഇതിന് നമ്മൾ സിമ്പിൾ റേഷ്യോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 2.2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമ്മൾ 2.2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ നമ്മൾ 2.2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻഡ് ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2. ആൻഡ് C2 വന്നു. ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എത്ര വരും? 9.2 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഒരു 4 ഒക്കെ വരില്ലേ? കാരണം 2.2 എന്ന് പറഞ്ഞാൽ ഒരു 4ൻ്റെ അടുത്ത് വരും. ഓക്കെ, ദിസ് വാല്യൂ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4. ആൻഡ് ഓക്സിജൻ്റെ വാല്യൂ എത്ര വരും? 1 വരും. ഓക്കെ, ദെൻ ദിസ് ഈസ് C2H4O ആൻഡ് ദിസ് ഈസ് അവർ എംപിരിക്കൽ ഫോർമുല. ഇനി എംപിരിക്കൽ ഫോർമുല എന്ന് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ഓക്കെ, ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. മോളാർ മാസ് എത്രയാടാ? C2 അല്ല, അപ്പോൾ 12, 24, 4, ഒരു ഓക്സിജൻ 16, അപ്പോൾ 20, 44. ആൻഡ് മോളാർ മാസ് എത്രയാണ്? 132. 132 ഡിവൈഡഡ് ബൈ 44 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല. ദെൻ 132 ഡിവൈഡഡ് ബൈ 44 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ആൻഡ് 3 ഇൻറ്റു C2H4. അപ്പോൾ C6, 3 4 12 ആൻഡ് O3. C6H12O3 is the right answer, option 4. ദെൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഭയങ്കര സിമ്പിളാണ്, വലിയ പണിയൊന്നുമില്ല. ദെൻ കാൽക്കുലേഷൻ ഒന്ന് സ്പീഡായാൽ മതി മാത്രം. അടുത്ത ക്വസ്റ്റിലോട്ട് കിടക്കാം. ദ ഹൈഡ്രോകാർബൺ എക്സ് വിത്ത് മോളാർ മാസ് 18 gram per mole ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് കാർബൺ 90% കാർബൺ ഹാസ് ഡാഷ് ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ. സോ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സിംപ്ലി മീൻസ് ദ നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് പൈ ബോൺസ്, അല്ലെങ്കിൽ എന്താണ് റിങ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഈ ഹൈഡ്രോകാർബണിൻ്റെ മോളാർ മാസ് 80 മാത്രമേ തന്നിട്ടുള്ളൂ. 90% കാർബൺ ആണ്. അങ്ങനെയാണെങ്കിൽ കാർബൺ 90%, ഹൈഡ്രജൻ ബാക്കി 10%. ഇത് ശതമാനം എന്ന് പറഞ്ഞാൽ മാസാണ്. നമ്മൾ അതിനെ നേരെ നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോക്ക് മാറ്റുക, ഡിവൈഡഡ് ബൈ 12, then which will be equal to 10. then 90 divided by 12, 90 divided by 12 എന്ന് പറഞ്ഞാൽ 7, then 7.5 വരും, അപ്രോക്സിമേറ്റ്ലി 7.5. ഓക്കെ, കറക്റ്റ് അല്ലേ? 7.5. ആൻഡ് ഇതിനെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോക്ക് മാറ്റണം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചെറിയ വാല്യൂനെ കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഹൈഡ്രജൻ 10 ഡിവൈഡഡ് ബൈ 7.5 ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു 1. ദെൻ ഇത് എത്രയാടാ? ദിസ് ഇസ് 4/3 ആൻഡ് 1:4/3 വരും, അതായത് 3:4. ആൻഡ് C3H4 is the empirical formula, അപ്പോൾ C3H4 empirical formula ആണെങ്കിൽ empirical formula mass equal to 3 കാർബൺ, അപ്പോൾ 12, 24, 36 പ്ലസ് 4 ഹൈഡ്രജൻ 40 വരും. ആൻഡ് ഇവിടെ മോളാർ മാസ് 80 ആണ്. അപ്പോൾ മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു C3H4 ആൻഡ് 2 ഇൻറ്റു C3H4, അപ്പോൾ C6H8 വരും, C6H8. ആൻഡ് ഹിയർ ദ മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു C6H8. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കടമ്പ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കാണലാണ്. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ കാണുകയെന്ന് പറഞ്ഞാൽ അത് ഓർഗാനിക് കെമിസ്ട്രി പാർട്ടാണ്. അതർവൈസ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ മോളാർ എന്ത് ചെയ്യുക, അതിൻ്റെ മോളിക്കുലർ ഫോർമുല വെച്ചിക്കാണ്ട് ഒരു സ്കെൽട്ടൺ വരച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പം അത് നമുക്കൊരു സ്കെൽട്ടൺ വരക്കാം. C6H8 അല്ലേ, അപ്പോൾ 6 കാർബൺ വേണം അല്ലേ? 1 2 3 4 5 6 കാർബൺ കണ്ടോ. ഇനി ഞാൻ 8 ഹൈഡ്രജന് ഫില്ല് ചെയ്യണം. അപ്പോൾ ഞാനിങ്ങനെ റാൻഡായിട്ട് ഫില്ല് ചെയ്യണം. ഇവിടെ 3 ഫില്ല് ചെയ്തെന്ന് വിചാരിച്ചോ. ദെൻ ഇവിടെ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു ഹൈഡ്രജനെങ്കിലും വേണം. അപ്പോൾ ബാക്കി സിംഗിൾ ബോണ്ട് വരച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ മൊത്തം 4 ഹൈഡ്രജനെ ഫില്ല് ചെയ്തിട്ടുള്ളൂ, ഇനിയും ഹൈഡ്രജൻസ് വേണം. അപ്പോൾ ഇനിയും ഹൈഡ്രജൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതാ ഇവിടെ ഒരു ഹൈഡ്രജനെ ഫില്ല് ചെയ്തു, ആൻഡ് ഇവിടെ ഒരു ഹൈഡ്രജനെ ഫില്ല് ചെയ്തു, ഇവിടെ ഒരു ഹൈഡ്രജനെ ഫില്ല് ചെയ്തു, ഇവിടെ ഒരു ഹൈഡ്രജനെ ഫില്ല് ചെയ്തു. ഇപ്പം എത്രയായി ഹൈഡ്രജൻ? 3 4 5 6 7 8 ഹൈഡ്രജൻ ഫില്ലായിട്ടുണ്ട്. പക്ഷേ നമ്മളിനി വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ സിംഗിൾ ബോണ്ടിന് ഇനി ഇവിടെ 1 2 3 ഇവിടെ ഡബിൾ ബോണ്ട് വേണം, ഇവിടെ ഡബിൾ ബോണ്ട് വേണം, ഇവിടെ ഡബിൾ ബോണ്ട് വേണം. ആൻഡ് ഹിയർ ഫ്രം ദിസ് സ്ട്രക്ചർ നമുക്കൊരു കാര്യം ഉറപ്പായി, ഇവിടെ ഇനി ഡബിൾ ബോണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വരക്കാൻ പറ്റില്ല അല്ലേ, കാരണം ഇനി ഹൈഡ്രജൻ ഒന്നും ഫില്ല് ചെയ്യാനില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് ഒരു എന്തോ അപാകത പറ്റിയിട്ടുണ്ട്, നമ്മൾ ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, 1 2 3. Then what about this? One, 2, 3 CH. Yeah. ഇനി നോക്കിയേ, 1 2 3 4. ഓക്കെ, 1 2 3 4. Then 1 2 3 4. Then ഈ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തട്ടണം. Probably ഇപ്പം എല്ലാം കറക്റ്റ് ആയിക്കണം. നോക്കിയേ, 8 ഹൈഡ്രജൻ, 3 4 5 6 8 ഹൈഡ്രജൻ, 1 2 3 4 5 6 കാർബൺ. ദെൻ എല്ലാവരുടെയും ബാലൻസ് സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ 3 + 1. ദെൻ ഇവിടെ 1 2 3 4ാമത്തെ ഹൈഡ്രജൻ, 1 2 3 4ാമത്തെ ഹൈഡ്രജൻ, 1 2 3 4. ഓക്കെ, 1 2 3 4. ഓക്കെ, എല്ലാവരും ബോണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പൈ ബോണ്ടുകൾ ഉണ്ടെന്ന് എണ്ണിക്കുക. 1 2 3. അപ്പോൾ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഈക്വൽ ടു എത്രയാണ് വരിക? 3 ആണ് വരിക. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഈക്വൽ ടു 3. ആൻഡ് ഇതിൻ്റെ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡിഗ്രി ഓഫ് അൺസാച്ചുറേഷൻ ഈക്വൽ ടു നമ്പർ ഓഫ് കാർബൺ പ്ലസ് 1. ഓക്കെ, മൈനസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ബൈ 2 മൈനസ് നമ്പർ ഓഫ് ഹാലജൻ ബൈ 2 പ്ലസ് നമ്പർ ഓഫ് നൈട്രജൻ ബൈ 2. ഓക്കെ, ദെൻ ഇക്വേഷൻ ഓർത്ത് വെക്കുക. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ആരായിരുന്നു? C3H8 അല്ലേ? ഇറ്റ് ഇസ് C6H8. സോറി, it is C6H8. Yes or no? And from this equation the degree of unsaturation equal to number of carbon 6 + 1 minus number of hydrogen 8/2. അതായത് 7 - 4 and it's equal to 3. ആണോ? ഇങ്ങനെ ഡയറക്റ്റ്ലി കിട്ടും. നമ്മൾ ഒരു ട്രയൽ ആൻഡ് എറർ ഒന്നും വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓർക്കുക, കാർബണിൻ്റെ നമ്പർ +1 മൈനസ് ഹൈഡ്രജൻ്റെ നമ്പർ ഡിവൈഡഡ് ബൈ 2, ദെൻ മൈനസ് ഹാലജൻ്റെ നമ്പർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് നൈട്രജൻ്റെ നമ്പർ ബൈ 2. ഓക്കെ, ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. ജനുവരി 28 ഷിഫ്റ്റ് 1 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ മൊളാരിറ്റി ഓഫ് എ 70% മാസ് അക്വസ് സൊല്യൂഷൻ ഓഫ് മോണോ ബേസിക് ആസിഡ് ഈസ് ഡാഷ് ഇൻറ്റു 10⁻⁻1 മോളാർ. ദെൻ മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, മൊളാരിറ്റി. നേരത്തെ പോലെ നമുക്കത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ ഒരു കുഴപ്പമില്ല. നോക്കാം, മൊളാരിറ്റി ഈക്വൽ ടു 10 ഇൻറ്റു മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ നമ്മൾ ആദ്യം ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കും. ദെൻ ഇനി ഇക്വേഷൻ മറന്നു പോകുന്നവർക്കുള്ള മെത്തേഡ് നമ്മൾ പറഞ്ഞുതരും. ഓക്കെ, എല്ലാം നമ്മൾ ചെയ്യും. ഓക്കെ, ദെൻ ഇവിടെ 10 ഇൻറ്റു മാസ് പെർസെൻറ്റേജ് എത്രയാടാ? 70% ഇൻറ്റു ഡെൻസിറ്റി എത്രയാടാ? ഡെൻസിറ്റി 1.25. ഇറ്റ്സ് ഈക്വൽ ടു 1.25 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ആസിഡ് എത്രയാണ്? 70 പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈക്വൽ ടു 12.5 molar, 12.5 molar, and it is in the form of 10⁻⁻1. അപ്പോൾ നമുക്കിതിന് 125 ഇൻറ്റു 10⁻⁻1 മോളാർ എന്ന് എഴുതാം. ഹെൻസ് ദ ആൻസർ ഈസ് 125. ഓക്കെ, ദെൻ ആൻഡ് ഇവിടുത്തെ ഇനി അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇക്വേഷൻ ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഒരു കുഴപ്പമില്ല. ആൻഡ് ഹിയർ ദ മാസ് പെർസെൻറ്റേജ് ഈക്വൽ ടു 70% ആൻഡ് ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു 1.25 gram per milliliter. Yes or no? And the molar mass equal to 17 gram per mole. Okay, ഇത്ര അറിയാമല്ലോ. ഇത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാം? What is meant by molarity? It is the number of moles of solute divided by volume of solution in liter. And here the number of moles of solute. എടാ, മാസ് പെർസെൻറ്റേജ് നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? 70 gram സൊല്യൂട്ട് ഉണ്ട് ഫ്രം
100 gram solution from 100 gram solution. Yes or no? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടി, മാസ് ഓഫ് സൊല്യൂഷൻ കിട്ടി. ആൻഡ് മോളാർ മാസ് ഓഫ് സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട്. മൊളാരിറ്റിന് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതി കൂടെ, WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ, ഇങ്ങനെ ഇക്വേഷൻ എഴുതി കൂടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാ ഗിവൺ മാസ് 70 gram സോൾട്ട്, ദെൻ അവൻ്റെ മോളാർ മാസ് 70. ഇനി എന്താണ് 100 gram solution. And ഇവിടെ നമുക്കറിയാം അക്കോർഡിംഗ് ടു ഡെൻസിറ്റി ഇക്വേഷൻ, ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ വോളിയം ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ എത്രടാ? 100 gram divided by density of solution 1.25 gram per ml. ഓക്കെ, ഗ്രാമും പോയി. സോ അങ്ങനെയാണെങ്കിൽ ഇത് നേരെ നമ്മളുടെ ഇക്വേഷനിൽ കൊടുക്കുക. ഗിവൺ മാസ് 70 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 70, 1000 ഡിവൈഡഡ് ബൈ വോളിയം എത്രയാടാ? 100 ഡിവൈഡഡ് ബൈ 1.25. ദെൻ ഇത് നേരെ ഇതും ക്യാൻസൽ ചെയ്ത് ഇതും പോയി. അപ്പോൾ എത്ര കിട്ടി? 12.5 കിട്ടി. ഓക്കെ, ദെൻ രണ്ടും സെയിം ആണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 125 ഇൻറ്റു 10⁻⁻1. ഓക്കെ, ദെൻ ഏത് മെത്തേഡിലാണെങ്കിലും നമുക്ക് ആൻസർ കിട്ടുമെന്ന് അർത്ഥം. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. Question number 11. The quantitative analysis of an organic compound X shows percentage composition, carbon, chlorine, hydrogen തന്നിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല മാസ് ഓഫ് കോമ്പൗണ്ട് എക്സ് ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് കിട്ടണം? എംപിരിക്കൽ ഫോർമുല കിട്ടണം. അപ്പോൾ എംപിരിക്കൽ ഫോർമുല കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരൊക്കെയുണ്ട്? കാർബൺ ഉണ്ട്, ദെൻ ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഓക്സിജൻ ഉണ്ട്, പിന്നെ ആരുണ്ട്? ക്ലോറിൻ ഉണ്ട്. ആൻഡ് കാർബൺ 14.5 ആണ്, ഹൈഡ്രജൻ 1.8 ആണ്, ക്ലോറിൻ 64.46 ആണ്. ആൻഡ് ഓക്സിജൻ റിമൈനിങ് ബാക്കിയുള്ളത് ടോട്ടൽ 100 ആയിരിക്കും. അതിൽ ഓക്സിജൻ എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അതല്ല ചോദ്യം, അത് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടുള്ളൂ. എംപിരിക്കൽ ഫോർമുല കിട്ടിയാൽ എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടുള്ളൂ. ആൻഡ് ഇവിടെ ആരൊക്കെ ഉണ്ടാ? 14.5, 1.8, പിന്നെ ആരാ? 64.46. ഓക്കെ, 6, 7, 18.76. അപ്പോൾ ബാക്കി 19.24. ഓക്കെ, ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു 19.24. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് പെർസെൻറ്റേജിന് നമ്മൾ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടും. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 14.2 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ഇതൊരു വിച്ച് വിൽ ബി ഈക്വൽ ടു 1.12, ബാക്കി 2.5, അപ്പോൾ 1.2 കിട്ടും. ഇത് 1.8 കിട്ടും. ഓക്സിജൻ്റെ കേസിൽ അഗെയിൻ 1 പിന്നെ 3 ഒരു 1.2 കിട്ടും. ക്ലോറിൻ്റെ കേസിൽ 1.8 അല്ല കേട്ടോ, ഇറ്റ്സ് ഈക്വൽ ടു 1.8. കാരണം ഒരു 35 ദെൻ ബാക്കി ഒരു 30 ഉണ്ട്. അപ്പോൾ 30 ഉണ്ടെങ്കിൽ 8. ഓക്കെ, ദിസ് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1.8. അപ്പോൾ ഇതിന് നമുക്കിനി സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആക്കണം. അപ്പോൾ അവിടുത്തെ ചെറിയ വാല്യൂനെ കൊണ്ട് ഇവിടെ എല്ലാവരും ഡിവൈഡ് ചെയ്യുക. ചെറിയ വാല്യൂനെ കൊണ്ട് ഇവിടെ എല്ലാവരും ഡിവൈഡ് ചെയ്യുക. ആൻഡ് ഹിയർ കാർബൺ 1, ഹൈഡ്രജൻ ദിസ് ഇസ് 3/2 എന്ന് പറഞ്ഞാൽ 1.5, ഓക്സിജൻ 1, ക്ലോറിൻ 1.5. ഇതെല്ലാം സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അപ്പോൾ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടുത്തെ ഫ്രാക്ഷനൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ C2H3O2 Cl3, and this is the empirical formula. And C2H3O2 Cl3 is the empirical formula. അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല നമ്മൾ മാസാക്കി മാറ്റണം. 2 കാർബൺ എന്ന് പറഞ്ഞാൽ 24, 3 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 3, 2 ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 32, 3 ക്ലോറിൻ എന്ന് പറഞ്ഞാൽ 71, 35.5. ഓക്കെ, 0.5. ദെൻ 5, 6, 10, 15 വരുമ്പോൾ 10, 13, 14, 16, 165.5 ആണ് ഇവൻ്റെ എംപിരിക്കൽ ഫോർമുല മാസ്. ആൻഡ് വിച്ച് വിൽ ബി ഈക്വൽ ടു 165 1655 ഇൻറ്റു 10⁻⁻ എത്ര വരും? 10⁻⁻1. സോ ഇത് 1655 നമുക്ക് ആൻസർ കിട്ടും. 1655 ഈസ് അവർ ആൻസർ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് അടക്കാം. Question number 12. The concentrated nitric acid is labeled as 75% by mass. ഇത് mass percentage ആണ്. The volume in ml of the solution which contains 13 gram nitric acid is
എന്നാണ് ചോദ്യം. അതായത് നമ്മുടെ കയ്യിൽ 75% മാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു നൈട്രിക് ആസിഡ് ഉണ്ട്. ദ വോളിയം ഇൻ ml ഓഫ് ദ സൊല്യൂഷൻ, അതായത് നമുക്കൊരു amount ഓഫ് എന്തെടുക്കണം, നൈട്രിക് ആസിഡ് എടുക്കണം. അവിടെ 30 ഗ്രാം എന്ത് കിട്ടണം, നൈട്രിക് ആസിഡ് കിട്ടണം എന്നാണ്. ആൻഡ് ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട് 1.25 gram per milliliter. ആൻഡ് ഫ്രം ദിസ് ഡാറ്റ നമുക്കൊരു കാര്യം ഉറപ്പാണ്, 75% നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 75 gram HNO3 in 100 gram സൊല്യൂഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എസ് ഓനോ? ആൻഡ് ഈ 100 gram സൊല്യൂഷനെ ഞാൻ നേരെ എന്തിലേക്ക് മാറ്റിയിടാം, ഞാൻ നേരെ ഡെൻസിറ്റിയും വെച്ചിട്ട് ഞാൻ വോളിയത്തേക്ക് മാറ്റുകയാണ്. അതായത് വോളിയം ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ. മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാടാ, മാസ് ഓഫ് സൊല്യൂഷൻ 100 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ എത്ര, 1.25 gram per milliliter. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് സൊല്യൂഷൻ കിട്ടി, ഇത് നമുക്ക് മില്ലി ലിറ്റർ ആവും കിട്ടുക. എസ് ആണോ? അതായത് ഇത്രയേ ഉള്ളൂ. 75 gram HNO3 എവിടെയുള്ളത്, 100 gram സൊല്യൂഷൻ. ആൻഡ് ആ 100 gram സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ 1.25 ml ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, 75 gram ഡയറക്ട്ലി ഞാൻ ഇങ്ങനെ എഴുതാണ്, 75 gram HNO3 in 100 ഡിവൈഡഡ് ബൈ 1.25 ml എന്തിലാണ്, സൊല്യൂഷനിലാണ്. അങ്ങനെയാണെങ്കിൽ 1 gram HNO3 in 100 ഡിവൈഡഡ് ബൈ 75 into 1.25 ml സൊല്യൂഷനിലാണ്. അങ്ങനെയാണെങ്കിൽ 13 gram HNO3 in 13 gram HNO3 in 13 into 100 divided by 75 into 1.25. അങ്ങനെയാണെങ്കിൽ ഇത് 4, ഇത് എത്രയാടാ 3, ഇത് ബാക്കി 10. അപ്പം 1.25നെ നമുക്ക് വേണമെങ്കിൽ ഒരു 10/8 എഴുതി കൂടെ. ആൻഡ് 1.25 is equal to 10/8 അല്ലേ വരിക, 10/8. യെസ്. ആൻഡ് വിച്ച് വിൽ ബി 10/8. 10ഉം 10ഉം പോയി, 4 8 16 32. ആൻഡ് 32 is our right answer. Option 2 is the right answer. 32. Okay, then the next question, choose the correct statement. ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. കുറേ നേരം ഇത്രയും നേരം നമ്മൾ ചെയ്ത മൊത്തം എന്താണ്, ന്യൂമറിക്കൽ ആയിരുന്നു. ഒറ്റ ക്വസ്റ്റ്യൻ പോലും ന്യൂമറിക്കൽ അല്ലാത്തില്ല. ആൻഡ് ഓഫ് കോഴ്സ് 29 ജനുവരി ഷിഫ്റ്റ് 1 എഴുതിയവർക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഡയറക്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. വെയിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. അല്ല, വെയിറ്റിൽ ഗ്രാവിറ്റിയും കൂടി ഉണ്ട്. അമൗണ്ട് ഓഫ് മാറ്റർ നമ്മൾ വിളിക്കുന്ന പേരാണ് മാസ്. ആൻഡ് ഈ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ തെറ്റാണ്. ഇനി ബി, മാസ് ഈസ് ദ ഫോഴ്സ് ആൻഡ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. അല്ല, മാസ് അല്ല, വെയിറ്റ് ആണ് ഫോഴ്സ് എക്സേർട്ടഡ്. വെയിറ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ്. രണ്ടും അങ്ങോട്ടും തിരിച്ചു വന്നത്, രണ്ടും തെറ്റാണ് അല്ലേ. ഇനി വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. അത് കറക്റ്റാണ്. എമൗണ്ട് ഓഫ് സ്പേസിനാണ് നമ്മൾ വോളിയം എന്ന് വിളിക്കുക. ടെമ്പറേച്ചർ ബിലോ 0 degree Celsius ആർ പോസിബിൾ ഇൻ സെൽഷ്യസ് സ്കെയിൽ. കറക്റ്റാണ്. കാരണം നമ്മൾ -5 degree Celsius, 10 degree Celsius, -10 degree Celsius ഒക്കെ പറയാറുണ്ട്. പക്ഷേ കെൽവിനിലെ അബ്സല്യൂട്ട് 0 ആണ് അതിൻ്റെ ഏറ്റവും മിനിമം. അതായത് 0 Kelvin ഈസ് ദ മിനിമം ആണ്. അതിൻ്റെ മേലോട്ട് അങ്ങോട്ടേ ഉള്ളൂ, അല്ലാണ്ട് താഴോട്ടില്ല. അപ്പോൾ അവർ കറക്റ്റാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇൻ കെൽവിൻ സ്കെയിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ ഈസ് നോട്ട് പോസിബിൾ. ആൻഡ് ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. പ്രിസിഷൻ റെഫേഴ്സ് ടു ദ ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെൻറ്റ് ഫോർ ദ സെയിം ക്വാണ്ടിറ്റി. കറക്റ്റാണ്. പ്രിസിഷൻ്റെ ഡെഫിനിഷൻ ആണല്ലേ. അതായത് റെഫേഴ്സ് ടു ദ ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെൻറ്റ് ഫോർ ദ സെയിം ക്വാണ്ടിറ്റി. ഒരു ക്വാണ്ടിറ്റിൻ്റെ ക്ലോസ്നെസ് ആണ് പ്രിസിഷൻ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ സിയും ഡിയും ഇയും കറക്റ്റ് ആണ്. ഇവർ ചോദിച്ചിട്ടുള്ളത് കറക്റ്റ് ആൻസേഴ്സ് ആണ്. സോ C, D, E ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് ഓപ്ഷൻ 2. ഓക്കെ, ദെൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്കലി സം ബേസിക് കോൺസെപ്റ്റ് എന്ന് കഴിഞ്ഞ JEE 2025 സെഷൻ 1 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് വീണ്ടും അടുത്തൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ ബൈ, സൈനിങ് ഓഫ്.